സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കമ്പനി. നമുക്കിന്ന് പാപനാശം ബീച്ചിലോട്ടൊന്ന് പോവാം. അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ്. ഈ കാണുന്നതാണ് വർക്കല പാപനാശം കടപ്പുറം അല്ലെങ്കിൽ വർക്കല ബീച്ച്. ഇവിടെ കർക്കിടകമാസ സമയത്ത് മാത്രമല്ല, എല്ലാ സമയത്തും ആൾക്കാർ ബലിയിടാൻ വരുന്ന സ്ഥലമാണിത്. അതിനുവേണ്ട സജ്ജീകരണങ്ങൾ എപ്പോഴും ഇവിടെ സജ്ജമാണ്. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരിൽ കൂടുതലും ബലിയിടാൻ വന്നവരാണ്. അവിടെ കാണുന്നില്ലേ, ഈ കുടയ്ക്ക് കീഴിലിരിക്കുന്നവരെല്ലാം ഈ ബലിയിടാൻ ആൾക്കാരെ സഹായിക്കുന്ന കർമ്മികളൊക്കെയാണ്. ബീച്ചിന്റെ ഈ ഒരു ഭാഗം ആൾക്കാർക്ക് ബലിയിടാൻ കണക്കിനാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി ആൾക്കാർ അതിരാവിലെ തന്നെ ഇവിടെ എത്തും. ഇപ്പോൾ ഏകദേശം രാവിലെ 11 മണിയായി. അതുകൊണ്ടാണ് ഇവിടെ തിരക്കല്പം കുറഞ്ഞിരിക്കുന്നത്. അതിരാവിലെ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഒരുപാട് തിരക്കും ഉണ്ടാവും. ഷിജു നാരായണൻ പോറ്റി, വർക്കല. ഇവരെല്ലാം ബലിയിടാൻ വരുന്ന ആൾക്കാരെ കാത്തിരിക്കുന്നവരാണ്. ഞാനിപ്പോൾ വർക്കലയിലാണ് നിൽക്കുന്നത്, പാപനാശം കടപ്പുറം. വിദേശികളും സ്വദേശികളുമായ ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ പാപനാശം കടപ്പുറം. ശരിക്കും ഈ ബീച്ചിന്റെ ലുക്ക് കണ്ടാൽ ഗോവയിലെ ഏതെങ്കിലും ഒരു ബീച്ചാണോ എന്ന് നമുക്ക് തോന്നും. ഈ കടപ്പുറം മാത്രമല്ല, ഇതിനടുത്തായിട്ട് കുറച്ച് കുന്നുകളുണ്ട്. അവിടെ നിന്ന് ഈ ബീച്ചിന്റെ ലുക്ക് അസാധ്യമാണ്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആൾക്കാരിൽ കൂടുതലും പിതൃക്കൾക്ക് ബലിയിടാൻ വന്നവരാണ്. ഈ കടപ്പുറത്ത് ബലിയിടുന്ന സംഭവങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. കടല് ഭയങ്കര പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ മുടിയൊക്കെ വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല. മുമ്പ് ഈ ബീച്ച് ഒരുപാടുണ്ടായിരുന്നു, താഴോട്ട് ഒരുപാട് അങ്ങോട്ട് പോകായിരുന്നു. അപ്പോൾ അതിനൊന്നും പറ്റില്ല. ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരുപാട് റിസോർട്ടുകളും ഹോം സ്റ്റേകളും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. നീ അങ്ങോട്ട് ഇറങ്ങി വന്നില്ലായിരുന്നല്ലേ? നീ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ സംസാരിച്ചോണ്ട് പോവായിരുന്നു. ഓ, കറക്റ്റ് പോലെ ഈ സമയത്തെ വെയിലാണ് കൊള്ളേണ്ടത്. ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല, രാവിലെ ആയതല്ലോ.
രാത്രി ഒന്നും നല്ലൊരു ഷോ. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. നമ്മൾ ഈ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ബീച്ചിനൊരു അസാധ്യ ലുക്കാണ്. നമ്മൾ ആദ്യം കണ്ട ആൾക്കാർ ബലിയിടുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ആ ചെറിയൊരു മണ്ഡപമാണ് ബലി മണ്ഡപം. നമ്മളിപ്പോൾ ശരിക്കും ഗോവയിലോ വിദേശ രാജ്യങ്ങളിലൊക്കെ എത്തിയതുപോലെയുള്ളൊരു ഫീലാണ് ഇതിന്. വർക്കല ഹെലിപ്പാഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു കുളമാണ്. ഇത് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിന്റെ ഒരു കുളമാണ്. ഇവിടുത്തെ പ്രാചീനമായ ഒരു ക്ഷേത്രമാണ് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്ക് കയറേണ്ട ഒരു വഴിയാണ് മുകളിലോട്ട് കാണുന്നത്. നമ്മളിപ്പോ നിൽക്കുന്നത് വർക്കല ഹെലിപ്പാഡിലാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോ കടലിന് വല്ലാത്തൊരു ലുക്കാണ്. ശരിക്കും ഈ കുന്ന് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ കഴിയുമ്പോഴും ഇങ്ങനെ കുന്ന് ഇടിഞ്ഞിടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹെലിപ്പാഡിന് സമീപമായിട്ട് ഒരുപാട് കഫേകളും ആയുർവേദ റിസോർട്ടുകളും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. ശരിക്കും വിദേശ രാജ്യങ്ങളിലെ ബീച്ചുകളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു ബീച്ചാണിത്. ഇപ്പൊ ഞാൻ നടക്കുന്നത് ഹെലിപ്പാഡിന് സമീപമുള്ള ഒരു സ്ട്രീറ്റിലൂടെയാണ്. ഇത് ശരിക്കും ഗോവ തന്നെയാണ്. വർക്കല ബീച്ച് അറിയപ്പെടുന്നത് തന്നെ മിനി ഗോവ എന്നാണ്. ഇവിടെ ഒരുപാട് കടകളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇതാ കണ്ടില്ലേ, കടലിന്റെ അതിമനോഹരമായ ഒരു വ്യൂ ആണ്. നമുക്കിവിടെ റെസ്റ്റോറൻറ്റ്സിൽ കയറിയാൽ കടലിന്റെ മനോഹരമായ കാഴ്ച കണ്ട് കാപ്പി കുടിക്കാം. ഇപ്പോൾ സീസൺ ടൈം അല്ലായിരുന്നിട്ട് കൂടി വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വന്നിട്ടുണ്ട്. കുന്നിന്റെ മുകളിലൂടെയുള്ള ഈ സ്ട്രീറ്റ് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. ഒരുപാട് കടകളും ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് കുറച്ചുകാലം മുൻപ് വരെ ഈ കുന്ന് കുറച്ചുകൂടി ഉണ്ടായിരുന്നു മുൻപോട്ട്. ഇപ്പൊ അത് ഇടിഞ്ഞിടിഞ്ഞ് ആണ് ഈ വഴി ഇങ്ങനെ ഇടുങ്ങിപ്പോയത്. I refuse to think we need saving. Something good will come from creation. And when we think
ബീച്ചിനെ മിനി ഗോവ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ശരിക്കും മറ്റൊരു ഗോവ തന്നെയാണിത്. നമ്മുടെ സൊമാറ്റോയിലൊക്കെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ലേറ്റ് ആകുമ്പോൾ ഡെലിവറിക്ക് വരുന്ന ആളെ തെറി പറയാറുണ്ട്. ഇതൊരു ഡെലിവറി ബോയ് ആണ്. കാല് വയ്യാതെ അയാൾ ഫുഡും കൊണ്ട് നടക്കുന്ന കണ്ടില്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.